പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിശബ്ദ പ്രചാരണ ദിനമായി ഇന്ന് വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണ കാലയളവിൽ നിരവധി ട്വിസ്റ്റുകളും വിവാദങ്ങൾക്കും സാക്ഷിയായതിനാൽ വിധിയെഴുത്ത് 3 മുന്നണികൾക്കും നിർണായകമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ രാവിലെ 11 മണിയോടുകൂടി നടക്കും. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, നിശബ്ദ പ്രചാരണത്തിന്റെ ദിനത്തിൽ പരമാവധി വോട്ടേഴ്സിനെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്നലത്തെ കൊട്ടിക്കലാശം എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട് 3 മുന്നണികൾക്കും? ഇന്നത്തെ നിശബ്ദ പ്രചാരണ ദിനത്തിലെ കാഴ്ചകൾ എങ്ങനെയാണ്? 3 മുന്നണികളുടെയും ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചകൾ നിഖിൽ. റിജിത്ത്, 3 മുന്നണികൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് ഇന്നലത്തെ കൊട്ടിക്കലാശം. ആ തരത്തിലുള്ളതായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ആവേശം നിറച്ച കൊട്ടിക്കലാശമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് കയറിയുള്ള പ്രചരണത്തിനൊപ്പമാണ് ഉള്ളത്. അത് രാവിലെ മുതൽ തന്നെ യാക്കര മേഖലയിലാണ് രാഹുൽ ഇപ്പോൾ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ പി സരിൻ കാടാങ്കോട് മേഖലയിലായിരുന്നു. സി കൃഷ്ണകുമാറും നഗര പരിധിയിൽ തന്നെ ആണ് വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിനത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ സാധ്യമാകുന്ന പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഇപ്പോൾ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ഈ ദിവസം. ഈ അവസാന ദിവസത്തിൽ പരമാവധി ആളുകളെ രാഹുൽ, ഗുഡ് മോർണിംഗ് രാഹുൽ. ഇതിപ്പോ യാക്കര മേഖലയിൽ നേരത്തെ വന്നിട്ടുണ്ടോ? യാക്കര ഈ മേഖലയിൽ നേരത്തെ വരാൻ ആളുകളെ ഇങ്ങനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലേക്കായിട്ട് നേരിട്ട് എത്തുന്നു. അവരോടുമായി യാക്കര 10:10 ഏത് കാലം തൊട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് യാക്കര നമുക്ക് ഇവിടുത്തെ എല്ലാ കട 10:10 ഇവർക്ക് എല്ലാവർക്കും എപ്പോഴും വന്നു പോകുന്ന ഒരു കട തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ കഴിച്ചിട്ടില്ലേ? ഇല്ലല്ലേ, ഞാൻ അപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് 10:10 കഴിക്കുന്നുണ്ട്. അപ്പം 10:10 ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹാപ്പനിങ് സ്പേസ് ആണ്. ചെമ്മീൻസ് പ്രധാനപ്പെട്ട ഹാപ്പനിങ് സ്പേസ്. ഒരുപാട് കടകളുണ്ട്, ഒരുപാട് നല്ല കടകളുള്ള സ്ഥലമാണ് യാക്കര. യാക്കര വളരെ അവസാന ദിവസമാണല്ലോ നമുക്ക് പ്രചരണത്തിനുള്ള. ഈ ദിവസത്തിൽ രാഹുലിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ? പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളിലൂടെയും നേരിട്ട് നിങ്ങളിലൂടെ എത്തുന്നുണ്ട്. കുറെ ആളുകളെ നേരിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയായാലും മാക്സിമം ജനങ്ങളിലേക്ക് എത്തുക. ഈ ഇരട്ട വോട്ട് തടയാൻ എന്തും ചെയ്യുമെന്നാണ് MP രാജേഷ് പറയുന്നത്. എന്തും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവരൊന്ന് കൃത്യമായി ഇത് പരിശോധിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ ഓരോരോ വീടുകളിൽ എത്തി റീജിയത്തെ നേരിട്ട് വോട്ടർമാരെ കണ്ടുകൊണ്ട് അവസാന ദിവസമാണ്, അതായത് മണിക്കൂറുകളാണ്, അങ്ങനെ തന്നെ പറയാൻ പറ്റും. അപ്പം എന്തും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കൃത്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. ഇപ്പം മന്ത്രി നാളെ എന്തോ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ച് പാലക്കാട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുക. മന്ത്രി പാലക്കാടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അതായത് ഈ ഇരട്ട വോട്ട് വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് MP രാജേഷ് വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. ഈ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള നടപടികൾ രാഹുൽ തുടരാം. ഞാൻ പറഞ്ഞത് അതിനെ നമുക്കൊരു ആശങ്കയില്ല. അത് വ്യാജ വോട്ടർമാരെ ഞങ്ങൾ തന്നെ ബൂത്തിൽ ചലഞ്ച് ചെയ്യും. അതങ്ങനെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചിട്ട് നടത്തേണ്ട കാര്യമല്ല. ബൂത്ത് ഏജന്റുമാർ ചെയ്യേണ്ട പണിയാണ്. മന്ത്രി, അതായത് അവരുടെ ഭാഗത്ത് ചെയ്യേണ്ടുന്ന നടപടികൾ. പ്രമേഷ്, UDF സ്ഥാനാർത്ഥിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കാണാനുള്ള ശ്രമമാണ്. വീട് കയറിയുള്ള പ്രചാരണത്തിലാണ് 3 സ്ഥാനാർത്ഥികൾ.